ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. എൻ്റെ ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളിലേക്ക് പോകാം അല്ലേ. ഇന്നലെ എനിക്കധികം വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇന്ന് ഞാൻ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോയാലോ. രാവിലെ മുതലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ദേ നമ്മൾ ഇന്നലെ പയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ ചായക്ക് വെള്ളം വെച്ച് ചായ റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് ചോറ് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രിയാണ് ചോറുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് മനുവിന് തൈരും കൂട്ടിയിട്ട് കഴിക്കാൻ കൊടുത്തു. അങ്ങനെ അത് രാവിലെ തന്നെ വേഗം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലല്ലേ അവന് ചായക്ക് കടി കഴിക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൻ എണീറ്റ് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ കേട്ടോ. അപ്പോൾ അങ്ങനെ ദേ അത് കഴിഞ്ഞു. പിന്നെ ദേ പയറൊന്ന് ചെറിയ രീതിയിൽ കറി ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ട് അതവിടെ കുക്കറിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നു കേട്ടോ. ഈ ഒരു ടൈമിൽ നമ്മളിവിടെ ദോശ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പച്ചരിപ്പൊടി ചേർത്തിട്ട് ഉണ്ടാക്കണ ദോശയില്ലേ, പച്ചരിപ്പൊടിയിൽ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കണ ദോശ, തെളിദോശ, പിന്നെ നീർദോശ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ പച്ചരി ഇട്ടിട്ടല്ല ഉണ്ടാക്കണേ, പച്ചരിയുടെ പൊടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് അങ്ങനെയുള്ളത് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇന്നും അതും തേങ്ങാ ചമ്മന്തിയും കൂടിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ഞാനിത് ദോശ ഉണ്ടാക്കണത് വീഡിയോയിൽ പെട്ടു എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ നോക്കണ സമയത്താണ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തപ്പോഴാണ് അത് പെട്ടിട്ടില്ല എന്ന് അറിഞ്ഞിരിക്കണേ കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് ദോശ അങ്ങനെ ചുട്ടെടുക്കാം. ഈ ഒരു ടൈമിൽ തന്നെ അതൊരു 5-6 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ദോശയാണ് ഉണ്ടാക്കണത് വെച്ചാൽ ദോശ ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും നമ്മുടെ അടുക്കളയിലുള്ള ബാക്കി പണികളും കംപ്ലീറ്റ് തീരും കേട്ടോ. അങ്ങനെയാണ് ഞാൻ ദോശ ഉണ്ടാക്കാൻ നിന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ. പിന്നെ അതേ തേങ്ങ ഒന്ന് പൊട്ടിച്ചെടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. 2-3 തേങ്ങ ഇന്നലെ തന്നെ ഇവിടെ പൊളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഒന്ന് എടുത്തിട്ട് അത് പൊട്ടിച്ചെടുക്കുകയാണ്. ചിരവി വെച്ചതില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് റെഡിയാക്കണതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞപ്പോഴും മിസ്റ്റേക്കായി, ചെയ്തപ്പോഴും മിസ്റ്റേക്കായി കേട്ടോ. അത് പോയി കേട്ടോ. അപ്പോൾ ഏതായാലും അതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ദോശയും അതുപോലെ ചമ്മന്തിയും കൂടെ കഴിച്ചു കേട്ടോ. പിന്നെ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം ഞാനിങ്ങനെ റെസ്റ്റ് എടുക്കുന്നുണ്ട് കേട്ടോ. വലിയ രീതിയിൽ അങ്ങോട്ട് ഓക്കെ ആയിട്ടൊന്നുമില്ല, പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നത്. അപ്പോൾ പണികളൊക്കെ എടുക്കുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്കൊന്ന് റെസ്റ്റ് എടുക്കും, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരുപാട് തുണികളൊക്കെ അലക്കാനുണ്ടായിരുന്നേ. 2-3 ദിവസമായിട്ട് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ദിവസം ഞാൻ അലക്കണില്ല, 2 ദിവസം കൂടുമ്പോഴേ അലക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ വെച്ചതും ഉണ്ടായിരുന്നു. അതുപോലെ 2 ദിവസം എനിക്ക് വയ്യാണ്ടേയും കൂടി ആയപ്പോൾ 8ൻ്റെ പണി കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. നമുക്ക് എന്തെങ്കിലും ഒരു വയ്യായികയോ എന്തെങ്കിലും ഒന്ന് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്നും അങ്ങോട്ട് കഴിയുമ്പോഴേക്കും നമുക്ക് ഇരട്ടി പണിയായിരിക്കും ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവനും ഓരോന്നും ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ അതിൽ നിന്ന് ഇപ്പം ഇടാനുള്ളത് മാത്രമേ ബാസ്ക്കറ്റിൽ എടുത്തിട്ടുള്ളൂ കേട്ടോ. ബാക്കിയുള്ളതൊക്കെ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. പിന്നെ ഈ വീഡിയോ ഞാൻ എടുത്ത സമയത്ത് എന്താണ് പറ്റിയതെന്ന് എനിക്കും അറിയില്ല കേട്ടോ. ഇതിൽ വെളിച്ചൊന്നും കാണാനില്ല. പക്ഷെ ഞാൻ എടുത്ത സമയത്ത് ഉച്ചയ്ക്കാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. ആ ഒരു ടൈമിൽ ഇവിടെ അടുക്കളയിൽ ലൈറ്റ് പോലും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. അത്രയും വെളിച്ചത്തിലാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതേ കണ്ടില്ലേ, ഈ ഒരു വെളിച്ചത്തിലാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പക്ഷേ എന്താണ് ആ മീൻ ഉണ്ടാക്കിയ സമയത്ത് അങ്ങനെ ആയതെന്ന് എനിക്ക് അറിയില്ല. പിന്നെ നമ്മൾ കുപ്പികളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണുണ്ട് കേട്ടോ. തുണി നനച്ചിട്ട് ഞാൻ തുടച്ചെടുക്കുകയാണ് ചെയ്യണത്. സാധാരണ ഞാൻ ഇങ്ങനെ തുടച്ച് വയ്ക്കും. പിന്നെ കഴുകുക എന്ന് പറയണത് നമ്മളൊരു പാക്കറ്റ് പൊടി നമ്മൾ കുപ്പിയിലേക്ക് ഇട്ടു, ആ കുപ്പി കഴിയുന്ന ഒരു സമയത്ത് അത് കഴുകിയെടുക്കും. എന്നിട്ട് പിന്നെ അതിലിട്ട് വെച്ചിട്ട് അത് കഴിയുന്ന സമയത്ത് അത് കഴുകിയെടുക്കും. അങ്ങനെ ഞാൻ ഓരോ പ്രാവശ്യം കഴുകിയെടുക്കണത് കേട്ടോ. അപ്പം നമുക്ക് ഒരുമിച്ച് ഒന്നും കഴുകാനൊന്നും പറ്റില്ല, ഒരുമിച്ച് കിട്ടില്ലല്ലോ. ഒരുമിച്ച് തന്നെ ഓരോ സാധനങ്ങൾ തീരണമൊന്നുമില്ലല്ലോ. പഞ്ചസാര കുപ്പിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തീരും കേട്ടോ. പഞ്ചസാര നമ്മളിപ്പോൾ അതിലിട്ടാൽ ഒരു 3 ദിവസം കൊണ്ട് ഒരു കുപ്പി പഞ്ചസാര തീരും. ആ ടൈമിൽ തന്നെ അത് വേഗം അങ്ങോട്ട് കഴുകി വയ്ക്കും. അങ്ങനെയാണ് കേട്ടോ. മറ്റതൊന്നും പിന്നെ അത്ര പെട്ടെന്ന് തീരില്ലല്ലോ, കുറേ സമയം എടുക്കും കേട്ടോ. മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതായാലും ഇതൊക്കെ ഒന്ന് തുടച്ചെടുക്കട്ടെ. തുടച്ചിട്ട് കുറച്ച് ദിവസമായി കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ. ഇന്നിപ്പോൾ വേറെ ഏതെങ്കിലും പണിക്ക് നമ്മൾ തിരിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത്രത്തോളം വൈക്കില്ല. അപ്പോൾ ഇതെന്താ വെച്ചാൽ നമുക്ക് ക്ഷീണം വന്നാൽ വേഗം പോയി കിടക്കാം. നമ്മൾ പൊടി തട്ടണ എന്തെങ്കിലും പരിപാടിയാണ് തുടങ്ങിയതെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ പെട്ടെന്ന് പോയി കിടക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ചെറിയ പണികളൊക്കെ അങ്ങോട്ട് എടുത്ത് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇന്നലെയാണെന്നുണ്ടെങ്കിൽ മനു അത്യാവശ്യം കാര്യങ്ങൾക്കൊക്കെ സഹായിക്കാനുണ്ടായിരുന്നു കേട്ടോ. ഇന്നവൻ അങ്ങനെയൊന്നും ചെയ്തൊന്നിട്ടൊന്നുമില്ല.
ഇന്ന് ഞാൻ അത്രയ്ക്ക് വിളിച്ചിട്ടും ഇല്ല കേട്ടോ. മറ്റേത് ഞാൻ കിടക്കുകയാണ് എന്ന് കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ തോന്നും കേട്ടോ. പക്ഷേ ഞാൻ കിടക്കല്ല എണീറ്റ് നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ ആരും പ്രതീക്ഷിക്കൊന്നും വേണ്ട കേട്ടോ. പിന്നെ ചിലപ്പോൾ ഞാൻ പറഞ്ഞാലൊക്കെ അവൻ ചെയ്തു തരും കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് അവനോട് പറഞ്ഞു മെഷീനിലുള്ള തുണിയൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്ത് തരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ അവൻ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 ട്രിപ്പ് തുണിയൊക്കെ അവൻ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെയുള്ള സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മനു കഴിഞ്ഞ വീഡിയോയിൽ ദോശയൊക്കെ ചുട്ട് തരുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം അവനാണ് ദോശയൊക്കെ ചുട്ട് തന്നിട്ടുണ്ടായിരുന്നത്. എല്ലാ ദോശയും അവൻ തന്നെ ചുട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവന് ഇങ്ങനെയാണ് ചുടേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഒരു ദോശ ഞാൻ അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഞാൻ വന്ന് ഇത് കണ്ട ആ ഒരു ടൈമിൽ ഞാൻ ഇങ്ങനെയാണ് എടുക്കേണ്ടത്, ഇത്ര അളവിലാണ് എടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ദോശ ഞാൻ അവന് ചുട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കട്ടി കൂടിയിട്ടുണ്ട് എന്നുള്ളത്, വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് കേട്ടോ. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള കുറേ കമൻറ്റുകളൊക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. നല്ല നല്ല കമൻറ്റുകൾ കേട്ടോ, അവൻ എന്നെ സഹായിക്കുന്നതിനൊക്കെ ഉള്ള. അപ്പോൾ കമൻറ്റൊക്കെ ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ തുണികളൊക്കെ പിന്നെ ഞാനൊന്ന് വിരിച്ചിടാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇവിടെ ഉള്ള തുണികൾ തന്നെ ഞാൻ ഇന്നലെയാണ് ഇന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ വേഗം വീണ്ടും എടുത്തത്. ഇത് നമുക്കിനി ഇവിടെ കെട്ടിയ അഴലിൽ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇനി അലക്കാൻ നിൽക്കാത്തത്. അപ്പോൾ അത് പിന്നെ ഞാൻ എന്തായാലും നാളത്തേക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നാളെ ഏതായാലും ഇത് ഉണങ്ങിയത് അങ്ങോട്ട് മാറ്റിയിട്ട് വേഗം, അതും നമുക്ക് അധികം എടുത്ത് വയ്ക്കാൻ പറ്റില്ലല്ലോ. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ചോറുണ്ണൽ, മീൻ വറുക്കലും കറിയും അങ്ങനെ പപ്പടം കാച്ചിലൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ കൊണ്ടുവിട്ടു. പിന്നെ അതിന് ശേഷം കുറച്ച് നേരം കിടന്നുറങ്ങിയിട്ടോ. ഉറങ്ങിയിട്ടില്ല കേട്ടോ. ഇവരുടെ ഭയങ്കര ഒച്ചപ്പാടും ബഹളമായിട്ട് ഉറങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കിടന്നു. ഏതായാലും സാധാരണ അങ്ങനെ കിടക്കാറൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇന്ന് എന്തായാലും ഉറങ്ങണം എന്ന് വിചാരിച്ച് കിടന്നു. പക്ഷേ ഉറങ്ങിയതൊന്നുമില്ല കേട്ടോ. പിന്നെ അതേ വൈകുന്നേരം എണീറ്റ് ചെടികൾക്കൊക്കെ ഒന്ന് നനച്ചു കൊടുക്കാനുണ്ടായിരുന്നു. ആ ചെടികൾക്കൊക്കെ എന്ത് പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഉള്ളതൊക്കെ ഞാനൊന്ന് നനച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേ അവൻ പറയുന്നുണ്ട് നൂഡിൽസ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ സാധാരണ ഇതല്ല കൊണ്ടുവരാറുള്ളത് കേട്ടോ. ഇത് ഇപ്പിയാണേ. പക്ഷേ ഇതിവിടെ വലിയ ഇഷ്ടമൊന്നുമില്ല. പക്ഷേ ഏതായാലും ഇനിയിപ്പോൾ ഇത് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ മാഗി ആണെന്നുണ്ടെങ്കിൽ അപ്പൂസ് കഴിക്കുള്ളൂ. ഇതിലാണെങ്കിൽ വെജിറ്റബിൾസിൻ്റെ പീസുകളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെയാണ് അവന് വേണ്ടാത്തത് കേട്ടോ. ഇപ്പിയിൽ മാഗിയിൽ പിന്നെ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇത് അവന് പെറുക്കിയിടാനേ നേരമുള്ളൂ. ഇതിലുള്ള വെജിറ്റബിൾസൊക്കെ പെറുക്കിയിടാനും. അപ്പോൾ അവനത് മാറ്റി മാറ്റി വെച്ചിട്ട് ലാസ്റ്റ് അവന് മടുത്തിട്ട് വേണ്ടാന്ന് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഏതായാലും അത് ഉണ്ടാക്കി. ഇനിയിപ്പോൾ ഇത് വാങ്ങണ്ടെന്ന് വിചാരിച്ചല്ലെങ്കിൽ ഇതൊക്കെ വല്ലപ്പോഴേ വാങ്ങാറുള്ളൂ കേട്ടോ. ആ ഒരു ടൈമിൽ ഇവൻ കഴിക്കാത്തതും കൂടി ആകുമ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഏതായാലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചു. അവൻ വന്ന് നോക്കുന്നുണ്ട്. വന്ന് നോക്കിയപ്പോൾ അവന് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ അതൊക്കെ നിന്നു. അവനത്രയും വേണ്ടായിരുന്നു. അവൻ 1-2 സ്പൂൺ മാത്രം അതിൽ നിന്ന് നുള്ളി പെറുക്കി കഴിച്ച പോലെ ആക്കിയിട്ട് നീറ്റ് പോവുകയാണ് ചെയ്തത്. പിന്നെ അതേ കുറച്ച് വെള്ളം വെച്ചിട്ട് നമ്മൾ അതിലേക്ക് പാല് വെള്ളം ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളം തിളയ്ക്കാൻ കാത്തു നിൽക്കാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇത് തിളപ്പിച്ച് ആറിയിട്ടുള്ള വെള്ളമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പം തന്നെ കുടിക്കാൻ പാകത്തിനുള്ള ചൂടിൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് അതിലേക്ക് പാലൊഴിച്ചു, പഞ്ചസാര ഒഴിച്ചു. അപ്പോൾ അത് അങ്ങനെ റെഡി ആയി കേട്ടോ. പിന്നെ അതേ ഈ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേരയുടെ ഇല ഉണ്ടല്ലോ, ഇവിടെ അടയ്ക്കാപ്പഴം എന്നാണ് പറയുക കേട്ടോ. അതിൻ്റെ ഇല പറിക്കാൻ വേണ്ടി ഞാൻ മനുവിനെ വിട്ടതായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ അതങ്ങനെ പറിച്ചുകൊണ്ട് വന്നു. ഇത് എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഇത് സംഭവം എനിക്ക് ഡോക്ടർ പറഞ്ഞു തന്നിട്ടുള്ളതാണ് കേട്ടോ. മുഖക്കുരു പോകാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷേ ഇത് ഇപ്പോഴാണ് ഞാൻ ചെയ്യണത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെയാണ് എന്താണ് എന്നുള്ളതൊക്കെ ഞാൻ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളോട് പറഞ്ഞു തരാം കേട്ടോ. ഈ സംഭവം പേരയുടെ ഇലയാണ്. ഇത് വെച്ചിട്ട് നമ്മൾ കുറച്ച് പച്ചരിപ്പൊടിയും അതുപോലെ നല്ല കട്ട തൈരും വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാനുള്ളതാണ് കേട്ടോ. പക്ഷേ ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, ശരിക്കും കാണിച്ചു തരാം എന്നുള്ളത് ഞാൻ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുള്ളൂ കേട്ടോ. പക്ഷെ ഞാൻ ഏതായാലും ഇത് ചെയ്തതുകൊണ്ട് അത് നിങ്ങൾക്കവിടെ കാണിച്ചു തന്നു, അത്രേ ഉണ്ടായിരുന്നുള്ളേ. ഇതൊരു 3-4 തവണ യൂസ് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ഇതൊക്കെ ഒന്ന് മുറിച്ചിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരാഴ്ച വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക ഈ ഒരു ഇല കേട്ടോ. ബാക്കിയുള്ളതൊക്കെ നമ്മൾ എടുക്കാൻ ആവശ്യ സമയത്ത് തണുപ്പ് മാറ്റിയിട്ട് എടുത്ത് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അത് ഞാൻ 2-3 പ്രാവശ്യം യൂസ് ചെയ്തതിന് ശേഷം നിങ്ങളായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോയും വിശേഷങ്ങളും എന്ന് പറയാൻ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നാളെ നമ്മൾ
പുതിയൊരു വീഡിയോയും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ അതുവരെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക. കഴിഞ്ഞ വീഡിയോയിൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള, കമൻറ്റ് ചെയ്തിട്ടുള്ള, ലൈക്ക് ചെയ്തിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുക. ഇന്ന് രാവിലെ 10 മണിക്ക് ഞാനൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് വരാറുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഇത്ര നേരം വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു പേസ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടാറ്റാ ബൈ ബൈ, സീ യു, ടേക്ക് കെയർ.